ശ്ലോകം 3. ഭക്തിയുടെ മാഹാത്മ്യം മുമ്പ് പറഞ്ഞതാണ്, എങ്കിലും വീണ്ടും അത് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഭക്തിയുടെ മാഹാത്മ്യം. എന്തിനാണ് ഇത് ഇത്രത്തോളം വീണ്ടും വീണ്ടും പറയുന്നത്? ഭക്തി എന്ന യോഗം വളരെ ലളിതമാണ്, അതുകൊണ്ടാണ്. ജ്ഞാനയോഗത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിക്കണം. ഇവിടെ അത് വേണ്ട. കർമ്മയോഗത്തിനും ബുദ്ധിമുട്ടുണ്ട്. എല്ലാ കർമ്മങ്ങളും ഈശ്വരനുള്ള പൂജയാക്കണം. അപ്പോൾ പല കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നു വരാം. എന്നാൽ ഭക്തിയോഗത്തിൽ ഭഗവാന്റെ രൂപം മനോഹരമായതുകൊണ്ട് നാം അറിയാതെ കണ്ട് ആ ഭക്തി ഉണ്ടാകുന്നു. താവദേവം ഉപാസ്തിം കുർവൻ. ഭഗവാനെ പൂജിക്കുക, അതാണ് ഉപാസ്തി. ഏതെല്ലാം വിധത്തിൽ പൂജിക്കാൻ സാധിക്കുമോ പൂജിക്കും. എന്നിട്ട് ത്വൽഭാവം യാവദേശു സ്ഫുരതി വിശദം. എല്ലാം ഭഗവാനാണെന്നുള്ളത് നന്നായിട്ട് അങ്ങോട്ട് തെളിഞ്ഞ് പ്രകാശിക്കണം. എത്ര പറഞ്ഞാലും മനസ്സിനത് വരും. പല ആൾക്കാരെ നമ്മൾ താഴ്ന്നവരായിട്ട് കാണും. അതാണ് വീടുകളിൽ പണിയെടുക്കുന്ന ആൾക്കാർ നമ്മളെപ്പോലെ വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ത്വൽഭാവോ യാവദേശു സ്ഫുരതി വിശദം. എല്ലാവരെയും നിർമ്മലരായി ഭഗവത് സ്വരൂപികളായി കാണുന്നതുവരെ ഉപാസ്തിം കുർവൻ, ഞാൻ അങ്ങയെ പൂജിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ പൂജിച്ച് അനേകം ജന്മങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരാം. ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഐകാത്മ്യബോധേ, എല്ലാം ഏകനായ ആത്മാവാണെന്നുള്ള ബോധം, ഐകാത്മ്യബോധം. ഏകനായ ആത്മാവാണ് വിവിധ നാമരൂപങ്ങളിൽ പ്രകാശിക്കുന്നത് എന്ന് മനസ്സിലാക്കി എല്ലാ ഭൂതങ്ങളിലുമുള്ള ആത്മാവ് ഒന്നാണെന്നുള്ള ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ അവരെ താഴ്ന്നവരായിട്ട് കാണുന്നത്? അപ്പോൾ ആ ബോധം വികസിക്കുന്നത് വരെ ജഡിതി വികസതി ത്വന്മയോഹം ചരേയം. അപ്പോൾ ഏത് കാലത്ത് എല്ലാവരിലും ഏകനായ ഭഗവാനെ ദർശിക്കുന്നുവോ ആ ഭാവം ജഡിതി വികസതി, എൻ്റെ മനസ്സിൽ അങ്ങനെ തെളിഞ്ഞ് വികാസത്തെ പ്രാപിക്കണം. എന്നിട്ടോ ത്വന്മയോഹം ചരേയം, ഞാൻ അങ്ങായി തന്നെ ഭഗവാനായി തന്നെ സഞ്ചരിക്കുമാറാകണമേ. ചരേയം, സഞ്ചരിക്കുമാറാകണമേ. പ്രാർത്ഥന. ത്വദ്ധർമ്മസ്യാസ്യ, ഭഗവാന്റെ ധർമ്മം ഭാഗവതധർമ്മം. ഭാഗവതധർമ്മം അനുഷ്ഠിക്കണം നമ്മൾ. അനേകം ഭാഗവതധർമ്മങ്ങളുണ്ട്. അതിൽ കുറച്ച് ധർമ്മങ്ങളാണ് നമ്മൾ ആദ്യം ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അനേകം. അഭേദാനന്ദ സ്വാമികൾ ഭാഗവതധർമ്മം എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ 1000-ലേറെ ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതിനെ അത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ത്വദ്ധർമ്മസ്യ അസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശഃ. ആ ഭാഗവതധർമ്മത്തിന്
അല്പം പോലും നാശമുണ്ടാവാൻ പാടില്ല. കിമവി പ്രണാശ ന, അല്പം പോലും നാശമില്ലാതെ, നാശം സംഭവിക്കാതെ ഞാൻ ചരേയം സഞ്ചരിക്കുമാറാകണമേ. തസ്മാത് സർവാത്മനൈവ, ആ ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട്, തസ്മാത് എല്ലാവരിലും ഏകനായ ആ ഭഗവാനെ കാണാനുള്ളതായ ആഗ്രഹമുള്ളത് കൊണ്ടും അവരെ പൂജിക്കണമെന്നുള്ള ചിന്തയുള്ളത് കൊണ്ടും, തസ്മാത് സർവാത്മനൈവ, എല്ലാ പ്രകാരത്തിലും, അതാണ് സർവപ്രകാരേണ പ്രതിശമം വിഭോ ഭക്തിമാർഗം മനോജ്ഞം, മനോജ്ഞമായിരിക്കുന്ന, മധുരമായിരിക്കുന്ന, മനോഹരമായിരിക്കുന്ന ആ ഭക്തിമാർഗത്തിനെ എനിക്ക് കാണിച്ചു തന്നാലും എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഭക്തിയുള്ള ആൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. ജ്ഞാന കർമാദികളിൽ സഞ്ചരിച്ച് നടക്കുന്ന ആൾക്ക് അത് സാധ്യമാവില്ല. അയാളുടെ മനസ്സ് രജസ്തമോ ഗുണത്താൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കും. സാത്വികമായ ഗുണമുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാവൂ. അത് ഭക്തിമാർഗത്തിൽ പോകുന്ന ആൾക്കേ പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ ആ മധുരമായ ഭക്തിമാർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ, അതിൽ സഞ്ചരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന. ഇതൊന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ജന്മം കൊണ്ടോ സാധിക്കുന്ന കാര്യങ്ങളല്ല, അനേകം ജന്മങ്ങളിലെയാണ്. അതാണ് ഓർമ്മ വേണം. ഈ ജന്മങ്ങളെല്ലാം ഒന്നിനു ശേഷം ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാനാകുന്ന ആത്മാവ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ശരീരം എൻ്റെ വാസസ്ഥാനം മാത്രമാണ്. അപ്പോൾ വാസസ്ഥാനത്തിന് ഞാൻ ത്യജിക്കും. ഓരോ ജീവനായിട്ട് വരുമ്പോഴും ആ വാസസ്ഥാനത്തിനെ ത്യജിച്ച് വേറൊരു വാസസ്ഥാനം സ്വീകരിക്കും. അതാണ് നവപുരം. അതാണ് പുരഞ്ജനോപാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനേകം സ്ഥലങ്ങളിൽ വസിച്ചു, സുഖമായില്ല. ഒടുവിലാണ് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ 9 ദ്വാരങ്ങളുള്ളതായ ശ്രേഷ്ഠമായ മനുഷ്യൻ, മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ, അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അത്ര ശ്രേഷ്ഠമായ ജന്മം കിട്ടിയിട്ട് അതിനെ പാഴാക്കാൻ പാടുമോ? ഇല്ല. ഇതാണ് നമുക്ക് ഓരോ ഭക്തജനത്തിനോടും വീണ്ടും വീണ്ടും പറയാനുള്ളത്. പക്ഷേ എത്ര പറഞ്ഞാലും അവർക്ക് വരാൻ സാധിക്കില്ല. അവരുടെ കുറ്റമല്ല, അവരുടെ ഗുണം അതാണ്. രജസ്തമൗണികൾക്ക് ഈ മാർഗത്തിലേക്ക് അത്ര വേഗം വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും വലുതായ സുഖത്തെ നേടണം. ഭക്തിമാർഗത്തിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക ചിലപ്പോൾ. അതാണ് ഭഗവാന്റെ രൂപം മനോഹരമാണ്, അതുകൊണ്ട് ധ്യാനിക്കാൻ എളുപ്പമാണ്, സമ്മതിച്ചു. പക്ഷേ എങ്കിലും പല തരത്തിലുള്ള ധ്യാനാദികൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ രജസ്തമോ ഗുണികൾക്ക് ഈ മാർഗത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ സത്വഗുണത്തിനെ തന്നെ ആശ്രയിച്ച് ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യത്തെ മനസ്സിലാക്കി ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് എല്ലാവരിലും അങ്ങയെ കണ്ടുകൊള്ളാം. അതിന് ആ ഭക്തിമാർഗം, മനോഹരമായ ഭക്തിമാർഗം എനിക്ക് പ്രദാനം ചെയ്യണമേ.